പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റർമാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നോമ്പിൻ്റെ ആദ്യ ദിനം ആരംഭിച്ച കുർബാന അനുഭവ ധ്യാനം ഇന്ന് അവസാനിക്കുന്നു. നാളെ പെസഹ വ്യാഴാഴ്ച ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിനത്തിൽ ഒരുക്കത്തോടുകൂടി ബലിയർപ്പിച്ചുകൊണ്ട് ഈ ധ്യാനം നാം അവസാനിപ്പിക്കുകയാണ്. നാളത്തെ കുർബാനയിൽ സമൃദ്ധമായ അനുഗ്രഹം നമുക്കെല്ലാവർക്കും കിട്ടാൻ വേണ്ടി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഇത്ര നീണ്ട ഒരു ധ്യാനത്തിൽ, 45 ദിവസം നീണ്ട ഒരു ധ്യാനത്തിൽ നിങ്ങൾ ആരും പങ്കെടുത്തിട്ട് ഉണ്ടാവുകയില്ല. ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന് ഞാൻ ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം കുർബാനയെക്കുറിച്ചുള്ള ഒരു ചെറിയ ബോധ്യം പോലും നമ്മുടെ ഉള്ളിൽ നിറയാൻ പിശാച് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അപ്രതീക്ഷിതമായ ഒത്തിരി അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്കും ഉണ്ടായി. ഒരുപക്ഷെ അതുകൊണ്ടാകണം തിന്മയുടെ സ്വാധീനങ്ങൾക്ക് നമ്മൾ മുൻപോട്ട് പോകുന്ന ഇഷ്ടമുണ്ടാവുകയില്ല. 15 ദിവസം കഴിഞ്ഞതോടെ സത്യത്തിൽ എനിക്ക് ഈ ധ്യാനത്തിന് വേണ്ടിയുള്ള ഒരുക്കവും പ്രാർത്ഥനയും ഒത്തിരി കുറഞ്ഞു. എനിക്ക് ഒരുങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്ന് വിനയത്തോടുകൂടി നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. എങ്കിലും എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ചെറിയ ബോധ്യം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം സ്വർഗം കുർബാനയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. കുർബാനയെക്കുറിച്ച് എത്രമാത്രം കേട്ടാലും മതി വരികയില്ല എന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. കുർബാനയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ സത്യത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ സാത്താന് നമ്മുടെ പരിസരത്തേക്ക് പോലും എത്താനാവില്ല. ഇതാണ് സത്യമാണത്. അതുകൊണ്ടാണ് സ്വർഗം പരിശുദ്ധാത്മാവിലൂടെ നമ്മെ സഹായിച്ചു കൊണ്ടിരുന്നത്. ധ്യാനം അല്പമെങ്കിലും നിങ്ങളെ സഹായിച്ചെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പരിശുദ്ധാത്മാവിനും ദൈവത്തിനും നൽകണം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങേ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഈ പങ്കുവെച്ച കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിൻ്റെ വാർഷിക ധ്യാനങ്ങളിൽ അങ്ങും ഇങ്ങുമായൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ കുറച്ചും കൂടി ഒന്ന് പഠിച്ച് ഒരുക്കത്തോടു കൂടി നടത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. 45 ദിവസം മുഴുവൻ ക്ലാസ്സുകൾ കേട്ട കുറച്ച് പേരെങ്കിലും ഈ കൂട്ടത്തിലുണ്ട്. ജോലി തിരക്കും കുടുംബജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്കുമിടയിലും കുറച്ച് ക്ലാസ്സുകൾ മാത്രം കേട്ടവരുമുണ്ട്. അത് മതി. ഒരുപക്ഷെ ദൈവത്തിനറിയാം, അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാം. തികഞ്ഞ ആത്മാർത്ഥതയോടെ പറയുന്നു, എന്നെ ഈ ധ്യാനം ഏറെ സഹായിച്ചു. കാരണം പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. മുഴുവൻ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കിട്ടുകയുമില്ല ഒരു കുർബാനയ്ക്കും. പക്ഷെ തീർത്തും യാന്ത്രികമായി പോകാതെ, കുർബാന ചടങ്ങായി മാറാതെ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ഒരു കുർബാനയിൽ ഓർക്കാൻ കഴിഞ്ഞാൽ അത് നമ്മൾ രക്ഷപ്പെട്ടു. ഉദാഹരണമായിട്ട് ഓശാന ഗീതം ആലപിക്കുമ്പോൾ മാലാഹാവൃന്ദത്തോടുകൂടി ചേർന്ന് ഓശാന ഓശാന എന്ന് ആലപിക്കുമ്പോൾ അത് നമ്മുടെ അധരങ്ങൾക്കും നമ്മുടെ നാവിനുമൊക്കെ ഒരു ഹീലിംഗ് തരും എന്നുള്ളത്, അല്ലെങ്കിൽ വിശുദ്ധിയോടുകൂടി സ്നേഹത്തോടെ സംസാരിക്കാനുള്ള കൃപ കിട്ടും. അത് മാത്രം മതി. എൻ്റെ ആടുകളായ അജഗണങ്ങളായ ഈ മണ്ണൂർ മറ്റക്കര പള്ളിയിലെ കുറച്ചു പേര് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. യാദൃശ്യമായിട്ട് ചില വിലയിരുത്തുകൾ എനിക്ക് അവരിൽ നിന്നും കിട്ടി. ബാക്കി ധ്യാനത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട നിങ്ങൾക്കും ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ കമൻസ് പറയാനുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഇനി മറ്റൊരു ധ്യാനം പങ്കുവെക്കുമ്പോഴോ അല്ലെങ്കിൽ കുർബാനയെക്കുറിച്ച് കൂടുതൽ ബോധ്യങ്ങളോ നിങ്ങൾക്ക് പങ്കുവെക്കാനുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പിലേക്ക് നിങ്ങൾ സന്ദേശങ്ങൾ അയക്കുകയോ അല്ലെങ്കിൽ ഒന്നുകിൽ എഴുതാനായിട്ട് സമയം നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതി. ഞാൻ ഒരുപക്ഷെ നാളെയോ ഒന്നും കേട്ടെന്ന് വരികയില്ല, കാരണം ദുഃഖവെള്ളിക്കൊക്കെ നല്ല തിരക്കാണ്. പക്ഷെ എപ്പോഴെങ്കിലും ആ വോയിസ് മെസ്സേജസ്, നിങ്ങളുടെ കമൻസ് ഞാൻ കേൾക്കുകയും അതിന് ഏതെങ്കിലും ചെറിയ മറുപടി തരികയും ചെയ്യാം. അതുകൊണ്ട് തിരക്കുള്ളത് കൊണ്ട് ആരും എന്നെ വിളിക്കണ്ട. മറിച്ച് നിങ്ങളുടെ സന്ദേശങ്ങൾ, നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ വിലയിരുത്തലുകൾ, എനിക്ക് ഉപകാരപ്രദമായ മറ്റേതെങ്കിലും ബോധ്യങ്ങൾ മറ്റൊരാളിൽ നിന്നും കിട്ടുമല്ലോ, അത് നിങ്ങൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. പ്രിയപ്പെട്ടവരെ, നാളെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിനം മാത്രമല്ല, പൗരോഹിത്യം ഈശോ സ്ഥാപിച്ച ദിനം കൂടിയാണ്. അതുകൊണ്ട് എല്ലാ വൈദികർക്കും നമുക്ക് തിരുനാൾ മംഗളങ്ങൾ തരാം. വൈദികർക്ക് വേണ്ടി നാളെ നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് പരിചയമുള്ള അച്ഛന്മാരെ, നിങ്ങളുടെ വിവാഹം ആശീർവദിച്ച, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മാമോദിസ നടത്തിയ, അല്ലെങ്കിൽ ആദ്യ കുർബാന നടത്തിയ അച്ഛന്മാരെയൊക്കെ കഴിയുമെങ്കിൽ വിളിച്ച് അവർക്ക് ഹാപ്പി ഫീസ്റ്റ് പറയണം. നിങ്ങളാരും എനിക്ക് ഹാപ്പി ഫീസ്റ്റ് പറയേണ്ട കാര്യമില്ല. കാരണം ഞാനതൊക്കെ നിങ്ങൾ എന്നെ വിഷ് ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാനിത് പറയുന്നത്. ഈ ധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും
ഒരു സംശയവും വേണ്ട, നാളെ കുർബാനയിൽ ഓരോരുത്തരുടെയും പേര് പറയുകയില്ല, പക്ഷേ കുർബാന അനുഭവ ധ്യാനത്തിൽ പങ്കെടുത്തവരെയൊക്കെ ഞാൻ നാളെ കുർബാനയിൽ സമർപ്പിക്കും. ഇന്നലെ പറഞ്ഞില്ലേ, വിശ്വാസത്തോടു കൂടി ഒരു കുർബാന മാത്രം മതി, എല്ലാ ശാപത്തിന്റെ കെട്ടുകളും നമ്മുടെ ബന്ധനങ്ങളൊക്കെ കഴിഞ്ഞു പോകും. പക്ഷെ പൂർണ്ണ വിശ്വാസം എപ്പോഴും നമുക്ക് കിട്ടിയെന്ന് വരികയില്ല. സഹനങ്ങൾ ഉണ്ടാകും, പക്ഷേ ആ സഹനങ്ങൾക്കിടയിലും കൃപ നിറഞ്ഞുകൊണ്ടിരിക്കും. ഒറ്റ കുർബാന മാത്രം അർപ്പിച്ച് സ്വർഗത്തിൽ പോയ ഒരാളുണ്ട്, അറിയാമോ? നല്ല കള്ളൻ. ഞാൻ ഇടയ്ക്കെങ്ങനെ പറഞ്ഞു എന്നറിയില്ല. അയാൾ ആകെ ഒരു കുർബാനയിൽ, കാൽവരിയിലെ കുർബാനയിലെ അവസാന രംഗത്ത് മാത്രമേ പങ്കെടുത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന ജീവിതത്തിന്റെ ഒരു വെറും ഭാഗമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയമായി മാറണം. ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ദി ഡേ ബട്ട് ഹാർട്ട് ഓഫ് ദി ഡേ എന്ന് ആരോ പറഞ്ഞത് ഓർക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും പരിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാൻ അന്ന് ആഗ്രഹത്തോടുകൂടി ഒരു തീരുമാനമെടുക്കുക. ഷീൻ പറഞ്ഞതൊരിക്കൽ ഞാൻ പറഞ്ഞതാണ്, ഒരു പശുവിനെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടാൽ ആ വൃത്തത്തിൽ മാത്രമേ, ആ ചുറ്റുവട്ടങ്ങളിൽ മാത്രമേ പശു നടക്കുകയുള്ളൂ. നമ്മുടെ ജീവിതവും കുർബാനയിൽ കെട്ടിയിടപ്പെട്ട ആയിരിക്കണം. പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ചാൽ പാപം നമ്മുടെ മേൽ ഭരണം നടത്തുകയില്ല എന്നുള്ളത് ഒരു ദൈവിക രഹസ്യമാണ്. ദൈവികമായ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറച്ചുകൊണ്ടിരിക്കും. പാപം ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിന്റെ 100 മടങ്ങ് സന്തോഷം പാപത്തിൽ നിന്നും മാറി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം അല്ലെങ്കിൽ സമയം ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു സംശയവും കൂടാതെ, ഒരു രണ്ടാം ചിന്തയില്ലാതെ ഒന്നാം ചിന്തയിൽ തന്നെ പറയും, പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. പ്രത്യേകിച്ചും രാവിലെ കുർബാന അർപ്പിക്കുമ്പോൾ അത്രമാത്രം ആനന്ദം ഉള്ളിൽ നിറയാറുണ്ട്. കുർബാന ആഘോഷിച്ചാൽ ജീവിതം നമുക്ക് ആഘോഷിക്കാം. എൻ്റെ ജീവിതത്തിലെ പൗരോഹിത്യ ജീവിതത്തിൽ ഇന്ന് വരെ പൗരോഹിത്യം സ്വീകരിച്ചതിനെ ഓർത്ത് എനിക്ക് മടുപ്പോ നിരാശയോ ഉണ്ടായിട്ടില്ല. ഞാൻ വട്ടായച്ചൻ്റെ അവിടെ ഒരു സാക്ഷ്യാവസരത്തിൽ പറഞ്ഞു, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അന്നും ഒരു പുരോഹിതനായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഹങ്കാരമല്ല, എൻ്റെ ദൈവം എനിക്ക് നൽകിയ സന്തോഷമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ധ്യാന ചിന്തകളൊന്ന് അവസാനിപ്പിക്കുമ്പോൾ 1-2 ചെറിയ ബോധ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. കുർബാന ഒരു രഹസ്യമാണെന്ന് ധ്യാനിച്ചാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ അവസാനത്തെ ദിവസം നമ്മൾ ബൈ ബൈ പറഞ്ഞ് ടാറ്റ പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ കുർബാന എന്ന രഹസ്യം നമുക്ക് ഈശോ തന്നെ വെളിപ്പെടുത്തി തരും. ഇവിടെ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് തന്നെ ഒരു ധ്യാനമായിട്ട് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. എന്ത്? വിശുദ്ധ കുർബാനയുടെ പുറത്ത് ഒരു ജീവിതം നമുക്കുണ്ട്. അതായത് കുർബാനയിൽ അനുഭവിച്ച ജീവിതമാണ്, സ്നേഹമാണ് പിന്നെ അനുദിന ജീവിതത്തിൽ നമ്മൾ പങ്കുവെക്കേണ്ടത്. കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഭാഷയിൽ പറഞ്ഞാൽ, കുർബാനയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എവിടെയാണ്? നാം കുർബാനയിൽ അൾത്താരയിൽ അർപ്പിക്കുന്ന ബലിയാണ്. പക്ഷെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? പുറത്തേക്ക് ഇറങ്ങിയുള്ള ജീവിതമാണ്. ഇത് ഫസ്റ്റ് പാർട്ട് വളരെ എളുപ്പമാണ്, സെക്കൻഡ് പാർട്ടാണ് ബുദ്ധിമുട്ട്, 2ാം ഭാഗമാണ് ബുദ്ധിമുട്ട്. കാരണം ഈശോയ്ക്ക് കുർബാന ഒരിക്കലും ഒരു അനുഷ്ഠാനമായിരുന്നില്ല. 33 വർഷം ഒഴുക്കിയ കാരുണ്യം മാത്രമാണ് സിഹിനൂട്ടിസാലയിൽ നമ്മൾ കാണുന്നത്. അത് ഒരു 15 മിനിറ്റ് നേരത്തെ കർമ്മമായിരുന്നില്ല. പെസഹ ആചരിക്കാനായിട്ട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്നുകൊണ്ട് പെസഹ ഭക്ഷണം കഴിക്കണമെന്നാണ് പറയുന്നത്. കാരണം പിന്നെ നന്മ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യുന്നത്. സ്വാർത്ഥതയോടുകൂടി ഇരിക്കുന്നവർക്ക് ഒരിക്കലും കുർബാന അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഒരു വചനം പെട്ടെന്ന് ഓർമ്മിക്കുന്നു, ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 2ാമത്തെ വാക്യം, പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുവിൻ. ഗലാത്യ 6:9 ഒരു വചനം കൂടി നമുക്ക് കേൾക്കാം. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ, എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈശോ അപ്പം വർദ്ധിപ്പിച്ച 2 സംഭവങ്ങളുണ്ട്. പക്ഷേ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോഴും അപ്പമാണ് വന്നത്, അവിടെ അപ്പം വർദ്ധിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളെല്ലാം അപ്പമായി മാറേണ്ടവരാണ്. അതാണ് ഈശോ ആഗ്രഹിച്ചത്. നമ്മൾ നല്ല രുചിയുള്ള അപ്പം, ടേസ്റ്റി ഫുഡായിട്ട് മാറണം, ടേസ്റ്റി ബ്രെഡായിട്ട് മാറണം. മദർ തെരേസ നല്ല രുചിയുള്ള അപ്പമായിരുന്നു, കണ്ടുമുട്ടിയവർക്കൊക്കെ സ്നേഹം കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്, നമ്മൾ ജീവിതം സ്നേഹജീവിതമാക്കി മാറ്റിയാൽ മാത്രമേ കുർബാന നമുക്ക് ആഘോഷമായിട്ട് മാറ്റാൻ കഴിയുള്ളൂ. കുർബാന ആഘോഷിച്ച് ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിക്കണം. ജീവിതം വിശുദ്ധീകരിച്ചുകൊണ്ട് കുർബാന നമ്മൾ ആഘോഷിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയോ എന്നറിയില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും. മദർ തെരേസയുടെ പിൻഗാമി നിർമ്മല ജോഷി ഒരിക്കൽ പറഞ്ഞൊരു അനുഭവമാണ്.
അവരുടെ കോൺവെന്റിലേക്ക് ഇങ്ങനെ പോവുകയായിരുന്നു. പക്ഷേ ദേവാലയത്തിൽ കയറി അല്പം പ്രാർത്ഥിക്കാമെന്ന് ഓർത്ത് ദേവാലയത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നത് കണ്ട്. ആ ഭിക്ഷക്കാരനെ അത്ര മൈൻഡ് ചെയ്തില്ല, ഇഗ്നോർ ചെയ്ത് അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. പള്ളിയിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. തിരിച്ചു വന്ന് കയ്യിലുണ്ടായിരുന്ന ആ പേഴ്സിൽ നിന്നും അല്പം പണമെടുത്ത് ആ ഭിക്ഷക്കാരന് കൊടുത്തു. കൈ നീട്ടിയ ഭിക്ഷക്കാരനെ അവഗണിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നമുക്ക് കുർബാന അനുഭവമായിട്ട് മാറാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. ചില സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ചില കുടുംബജീവിതം നയിക്കുന്നവർ എന്താണ്, അവർ ഭയങ്കര സ്വാർത്ഥ താല്പര്യത്തോടു കൂടി വേറെ ഒരു കാര്യവും ചെയ്യുകയില്ല. സിസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഒരു കൊച്ചു കാര്യത്തിന് പോലും സഹായിക്കില്ല. അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പൂന്തോട്ടം നനയ്ക്കുന്നതിനോ ചില കുടുംബിനികൾ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. എന്നിട്ട് പിറ്റേ ദിവസം കുർബാനയ്ക്ക് പോയാൽ കുർബാന ഒരിക്കലും ഒരുപക്ഷെ നല്ല ഏകാഗ്രത കിട്ടിയെന്നൊക്കെ നമ്മൾ പറയും, കുർബാന അനുഭവമായിട്ട് മാറുകയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് നല്ല ദാഹത്തോടുകൂടി ഒരുങ്ങുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയിലൂടെ ഒരുങ്ങണമെന്ന് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം പഠിപ്പിച്ചു. പക്ഷേ ജീവിച്ചുകൊണ്ട് ജീവിതത്തിലൂടെ നാം ഒരുങ്ങണം. നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ, സജ്ജീകൃതമായ ഒരു മാളിക മുറി നമ്മൾ ഇന്നും ഒരുക്കണം. സ്വർഗത്തിൽ ഒരു അൾത്താരയിൽ ബലി അർപ്പിക്കുമ്പോൾ ഭൂമിയിൽ ഒരു അൾത്താരയിൽ ബലി അർപ്പിക്കപ്പെടുകയാണ്. ഒപ്പം ഹൃദയമാകുന്ന അൾത്താര കൂടി നമ്മൾ നേരെയാക്കണം. തകർന്നു കിടന്ന ബലിപീഠം ഏലിയ കേടുപോക്കിയെന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശയ്യ 29 അധ്യായത്തിന്റെ 2-ാം വാക്യം എന്താണ്? നീ എനിക്ക് തീ കൂട്ടിയ ബലിപീഠമായിരിക്കും. തീ കൂട്ടിയ ബലിപീഠം. തിബേരിയൂസിൽ വെച്ച് ഈശോ തീ ഉണ്ടാക്കി അതിന്മേൽ മീൻ വറുത്ത് അവർക്ക് അപ്പം കൊടുത്ത സംഭവം യോഹന്നാൻ 21 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഏതെങ്കിലും ഈ ഭൂമിയിലെ ഒരാൾത്താരയിൽ ബലി അർപ്പിക്കുമ്പോൾ ആ നിമിഷം തന്നെ സ്വർഗത്തിൽ അതേ ബലി അർപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഹൃദയമാകുന്ന ബലിപീഠത്തിൽ കൂടി അർപ്പിക്കണം. ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈ ഒരുക്കം എങ്ങനെ വേണമെന്ന് പെട്ടെന്ന് ഈ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം വന്നപ്പോൾ ഒരു ബോധ്യം കൂടി നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. നിങ്ങൾ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ അത് എല്ലാവരോടും ക്ഷമിച്ച് നന്മയൊക്കെ ചെയ്ത് എല്ലാവരെയും സ്നേഹിച്ച്, സ്നേഹജീവിതമല്ലേ, നമ്മൾ ദിവികാരണ്യമായി മാറേണ്ടവരല്ലേ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഒരു ആലങ്കാരിക ഭാഷയിൽ 2 കാര്യം പറയുകയാണ്. 2 എയർ ബാഗ് കുർബാനയ്ക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ തയ്യാറാക്കണം. നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്. വലതുവശത്തെ എയർ ബാഗിൽ എന്താണെന്നറിയാമോ? ബലിപീഠം ഒരുക്കാനായിട്ടുള്ള 12 കല്ലുകൾ. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷത്തിൽ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, മോശ ഈ 12 ഗോത്രങ്ങളെ ഓർത്തുകൊണ്ട് 12 കല്ലുകൾ അടുക്കി ബലിപീഠം ഉണ്ടാക്കിയത്. അത് ഏലിയായും അങ്ങനെ ചെയ്യുന്നുണ്ട്. 12 കല്ലുകൾ അടുക്കി. ഈ 12 കല്ലുകൾ അബ്രാഹവും ചെയ്യുന്നുണ്ട്. അബ്രാഹം അപ്പോൾ ഇത് ഓർത്തുകൊണ്ടല്ല, ആയിരിക്കില്ല. അപ്പൊ വലതുവശത്തെ ബാഗിൽ ഈ 12 കല്ലുകൾ, ആ ബലിപീഠം ഒരുക്കാൻ വേണ്ടിയുള്ള 12 കല്ലുകൾ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആർക്കൊക്കെ വേണ്ടിയാണോ നാം പ്രാർത്ഥിക്കുന്നത് അവരെ എല്ലാം ഈ ബലിപീഠത്തിലെ കല്ലുകളായി വലതുവശത്തെ എയർ ബാഗിൽ സൂക്ഷിക്കണം. ഒരു വീട്ടമ്മ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഭർത്താവ്, മക്കൾ, കൊച്ചുമക്കൾ, മരിച്ചുപോയ ബന്ധുക്കൾ, ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ ഓഫീസിലുള്ളവർ എല്ലാവരെയും ഒരു നിമിഷം മനസ്സിൽ ഓർമ്മിക്കണം. ഒരു വീട്ടമ്മ ആണ് പറഞ്ഞത്. ഭർത്താവാണെങ്കിൽ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, ഇടവക വികാരി ആരെയാണ്? ഇടവക ജനം, പ്രാർത്ഥന ചോദിച്ചവർ ഒക്കെ. അപ്പോൾ കുറച്ചും കൂടി ഈ ബലിപീഠം മനോഹരമാകണമെങ്കിൽ ഈ ബലിക്കല്ലുകൾ, ആ കല്ലുകൾ മനോഹരമാകണമെങ്കിൽ, അത് നല്ല സ്റ്റോണായിട്ട് മാറണമെങ്കിൽ എന്നെ വേദനിപ്പിച്ചവരെ കൂടി ഞാൻ സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ എൻ്റെ ഉള്ളിലെ മുറിവുകൾ ഉണങ്ങുകയുള്ളൂ. ബലിപീഠം ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ബലി ഡ്രൈ ആയിട്ട് മാറുന്നത്. ഹെബ്രായ ലേഖനം 8:3 സമർപ്പിക്കുവാനായി എന്തെങ്കിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. 2 സാമുവേൽ 24:24 ഒരു ചെലവുമില്ലാതെ ബലിയർപ്പിക്കുവാൻ ഞാൻ ആളല്ല എന്ന് ദാവീദ് പറഞ്ഞത് നമുക്ക് ഓർമ്മിക്കുക. ഞാൻ ഈ പ്രചോദനം കിട്ടിയത് ഒരു ദിവസം നായ്ക്കമ്പറമ്പിലച്ഛൻ്റെ മുറിയിൽ ചെന്നപ്പോൾ അച്ഛൻ ഒരു വെള്ളക്കടലാസിൽ പിറ്റേ ദിവസത്തെ കുർബാനയ്ക്കുള്ള ആ നിയോഗങ്ങളൊക്കെ ഒരുങ്ങുകയാണ്. അച്ഛനിങ്ങനെ വെള്ളക്കടലാസ്, അച്ഛൻ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സഭയിൽ ആകെ ഉള്ള 5 ലക്ഷം വൈദികർ, 4500 മെത്രാന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അച്ഛൻ്റെ വിൻസെൻഷൻ കോൺഗ്രിഗേഷനിലെ വൈദികരുടെ എണ്ണമൊക്കെ കൃത്യമായിട്ട് അച്ഛൻ എഴുതുകയാണ്. പ്രിയപ്പെട്ടവരെ, കുർബാനയിൽ സമർപ്പിക്കാനുള്ളതെല്ലാം വലതുവശത്ത് എയർ ബാഗിൽ സൂക്ഷിക്കുക. ഇടതുവശത്തെ എയർ ബാഗിൽ ഈ ബലിപീഠം, നമ്മൾ കല്ലുകൾ കൊണ്ടുവന്നു, പക്ഷെ കല്ലുകൾ കൊണ്ട് ബലിപീഠം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമായില്ല, തീ കത്തിക്കാനുള്ള വിറക് വേണം. അബ്രാഹാം മകനെയും കൊണ്ട് പോകുമ്പോൾ തീ കത്തിക്കാനുള്ള വിറക് തയ്യാറാക്കുന്നുണ്ടല്ലോ. ദൈവസ്നേഹത്തെ പ്രതി നാം ക്ഷമിക്കുന്ന എല്ലാ അനുഭവങ്ങളും വിറകുകളായിട്ട് മാറുകയാണ്.
2 കൊരിന്തോസ് 5:10 യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകേണ്ടതിന് അവിടുത്തെ മരണം ഞങ്ങളെപ്പോഴും ശരീരത്തിൽ വഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം സൂചിപ്പിച്ചതാണ്, നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് അനുഭവങ്ങൾ മുഴുവൻ ഞാൻ തിരിച്ചറിഞ്ഞത് കഞ്ചിക്കോട് റാണിയുടെ അവിടെ ഒരു കുർബാനയിലും ഒരു ആരാധനയിലും പങ്കെടുത്തപ്പോൾ കടിയക്കുഴിയച്ചൻ പറഞ്ഞാണ് ഞാനിത് തിരിച്ചറിഞ്ഞത്. അച്ഛൻ പറഞ്ഞ ഒരു അനുഭവം കേട്ടുകൊള്ളൂ. സാലി എന്ന് പറയുന്ന ഒരു വീട്ടമ്മ, അവളുടെ ഭർത്താവിൻ്റെ പേര് ബിനു, ചുമ സാങ്കല്പികമാണ്. അപ്പം സാലി 1 മാസമായിട്ട് അമ്മായിയമ്മയുമായിട്ട് പിണക്കത്തിലാണ്. കാരണം അവളുടെ 3 വയസ്സുള്ള മകൻ അടുക്കളയിൽ ചെന്നപ്പോൾ ഈ അമ്മായിയമ്മയുടെ കയ്യിലെ ചട്ടുകം കൊണ്ട് ഈ കുഞ്ഞിനൊരു മുറിവുണ്ടായി. അവൾ വിങ്ങിപ്പൊട്ടി കരയുകയാണ്. ബിനു ആശ്വസിപ്പിക്കുന്നുണ്ട്, സാരമില്ല, അമ്മ അറിഞ്ഞുകൊണ്ടൊന്നും ഇല്ലായിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അവൾക്ക് അമ്മായിയമ്മയോട് ഭയങ്കരമായ പിണക്കം. അവസാനം ഈ അമ്മായിയമ്മയെ വിറകാക്കി മാറ്റിക്കൊണ്ട് അവൾ ബലിപീഠം കത്തിച്ചു. ഞാനിത് ആലങ്കാരികമായിട്ട് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റിയെന്നറിയാമോ? പെട്ടെന്ന് അവളുടെ മനസ്സിൽ സന്തോഷം, അമ്മായിയമ്മയുടെ സ്വഭാവത്തിൽ മാറ്റം. ഇല്ലെങ്കിൽ മറ്റൊരു അനുഭവം പറഞ്ഞത്, സൂസി എന്നു പേരുള്ള ഒരു ഭാര്യ, ബോബൻ എന്ന ഭർത്താവിൻ്റെ പേരും, എല്ലാം സാങ്കല്പികമാണ്. ബോബന് ഒരു ബിസിനസ്സാണ്. കട അടച്ച് 5 മണിക്ക് നേരത്തെ വീട്ടിൽ വരണമെന്ന് ഭാര്യ പറഞ്ഞതുകൊണ്ട് വീട്ടിൽ വന്ന് ഭാര്യയ്ക്ക് നീണ്ട ഷോപ്പിംഗ് ഉണ്ട്. ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി 10:30 ആയപ്പോൾ വന്നപ്പോൾ പച്ചമീൻ കണ്ടുകൊണ്ട് ഒരു വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഡോർ അടച്ചപ്പോൾ വണ്ടി ലോക്ക്ഡായി. അവൻ പിന്നെ ഓട്ടോറിക്ഷ എടുത്ത് വീട്ടിൽ ചെന്ന് ഈ വണ്ടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും എടുത്തുകൊണ്ട് വന്ന് അവന് ദേഷ്യം. അപ്പോൾ പക്ഷേ അവൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി സൂസിയെ പിറ്റേ ദിവസം കുർബാനയിൽ വിറകായിട്ട് സമർപ്പിച്ചു. അവളുടെ സ്വഭാവത്തിൽ മാറ്റം, അവൻ്റെ ഉള്ളിൽ സന്തോഷം. പ്രിയപ്പെട്ടവരെ, പരാതി പറയാതെ ബലിക്കുള്ള വിറകുകൾ നാം ഒരുക്കണം. അത് അവരിലെ ദുശീലങ്ങൾ മാറും. ലേറ്റാകുന്നവർ ഭാര്യയെ വിറകായിട്ട് സമർപ്പിച്ചപ്പോൾ അവൾ നേരത്തെ പള്ളിയിൽ വന്നത് ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ആന്തരിക സൗഖ്യധ്യാനത്തിൽ ക്ഷമയുടെ ശുശ്രൂഷയിൽ ചില മുറിവുകൾ ഉണങ്ങും. പക്ഷേ എല്ലാ ദിവസവും കുർബാനയിൽ തീ കൂട്ടിയ ബലിപീഠമുണ്ടാക്കാൻ കല്ലുകളും ആ ബലി കത്താൻ വിറകുകളും നാം ഒരുക്കിയാൽ നമ്മുടെ ജീവിതം മുഴുവൻ അഭിഷേകമായിട്ട് മാറും. ഏതെങ്കിലും ഒരു ക്ഷമയുടെ ശുശ്രൂഷയുടെ ആവശ്യമില്ല. ദൈവം സഹനം അനുവദിക്കുന്നത് നമ്മൾ ദിവികാരുണ്യമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓരോ ദിവസവും ഒരു സഹനവും നഷ്ടമാക്കരുത്. ഒരു ദിവസം കുർബാന കഴിഞ്ഞ് ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ടാകുന്ന ക്ലേശങ്ങളും സഹനങ്ങളുമൊക്കെ പിറ്റേ ദിവസത്തെ കുർബാനയ്ക്കുള്ള കാഴ്ചവസ്തുക്കളായിട്ട് നമ്മൾ തയ്യാറാക്കണം. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം. ജോൺ പോൾ പാപ്പ തൻ്റെ ആ ചക്രീയ ലേഖനത്തിൽ പറയുന്നതാണ്, ദിവികാരുണ്യത്തിന്റെ സ്ത്രീ എന്നാണ് പറയുന്നത്. മറിയം സഹിയൻ ഊട്ടുശാലയിൽ ഉണ്ടായിരുന്നുവെന്ന് പോലും ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് മറിയത്തെ കൂട്ടുപിടിച്ച് കുർബാന അർപ്പിച്ചാൽ അമ്മ പറഞ്ഞു തരും. നമ്മുടെ വിശ്വാസത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, മകളെ അന്ന് കാനായിൽ വെള്ളം വീഞ്ഞാക്കിയാൻ എൻ്റെ മകന് കഴിഞ്ഞെങ്കിൽ ഈ വീഞ്ഞിനെ രക്തമാക്കി മാറ്റാൻ എൻ്റെ മകന് കഴിയും. അത് അമ്മ പറഞ്ഞു തരുന്നതാണ്. എന്നിട്ട് ജോൺ പോൾ പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, കുർബാന കഴിയുമ്പോൾ അമ്മയെ കൂട്ടത്തിൽ കൊണ്ടുപോകണം. പ്ലീസ് പെർമിറ്റ് ഹെർ ടു അക്കംപനി യു. നിന്നെ അനുഗമിക്കുവാൻ അമ്മയെ നീ അനുവദിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ജപമാല ചൊല്ലി ഒക്കെ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങാം. ഞാൻ അവസാനിപ്പിക്കുന്നു. കുർബാന അനുഭവമായി മാറണമെങ്കിൽ ഈശോ എന്ന വ്യക്തിയെ നാം ഹൃദയത്തിൽ അനുഭവിക്കണം. എല്ലാ ദിവസവും യൂക്കറിസ്റ്റ് ഈസ് എ ബ്ലെസ്സിങ് ആൻഡ് യു ആർ എ ബ്ലെസ്സിങ് എന്ന് ബെനഡിക്റ്റ് 16 പാപ്പ പറഞ്ഞു. അതുകൊണ്ട് കുർബാനയിൽ ഈശോയോടുള്ള അടുപ്പം കൂട്ടണം. വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചാൽ പാപം ഉപേക്ഷിക്കാനുള്ള കൃപ കിട്ടും. ഹൃദയം മുഴുവൻ സ്നേഹമായിട്ട് മാറും. അത് ദിവികാരുണ്യ ജീവിതമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, എന്താണ് കുർബാന അവസാനിച്ചു, 1-ാം ഭാഗം അവസാനിച്ചു. 2-ാം ഭാഗം സ്നേഹത്തിൻ്റെ ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കണമെങ്കിൽ ഹൃദയം മുഴുവൻ സ്നേഹമായിട്ട് മാറണം. കുർബാനയിൽ അതിനുള്ള ശക്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഏതെങ്കിലും ഒരു ധ്യാനത്തിൽ നമ്മളിങ്ങനെ ഒന്നിച്ച് കാണുമോ എന്നറിയില്ല, ഒന്നിച്ച് കേൾക്കുമോ എന്നറിയില്ല. നാളെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും കുർബാനയിൽ സമർപ്പിക്കും. കർത്താവേ, ഈ ദിവികാരുണ്യാനുഭവ ധ്യാനത്തിൽ, കുർബാന അനുഭവ ധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും നിന്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. അവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമർപ്പിതരെയും വൈദികരെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുർബാന ആഘോഷിക്കാൻ
അങ്ങനെ ജീവിതം വിശുദ്ധീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.